ക്രിസ്റ്റഫർ നോളൻ സിനിമകൾക്ക് ഭാഷാഭേദമന്യേ ആരാധകരേറെയാണ്. അത്തരത്തിൽ വലിയ പ്രേക്ഷക പ്രശംസ നേടിയ ചിത്രമായിരുന്നു ഇന്റർസ്റ്റെല്ലാർ. 2014 സയൻസ് ഫിക്ഷൻ ഡ്രാമയായി പുറത്തിറങ്ങിയ ചിത്രം ഇന്നും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ വീണ്ടും ചിത്രം റിലീസ് ചെയ്തിരിക്കുകയാണ്. റിലീസ് ചെയ്ത് 4ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ മികച്ച കളക്ഷനാണ് ഇന്റർസ്റ്റെല്ലാർ നേടുന്നത്. ആദ്യ 3 ദിവസങ്ങളിൽ തന്നെ 10.5 കോടിയാണ് ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയത്. ചുരുങ്ങിയ ദിവസം മാത്രമാണ് ചിത്രം ഇന്ത്യയിൽ പ്രദർശനം നടത്തുക എന്നതിനാൽ തന്നെ പ്രവൃത്തി ദിനങ്ങളിൽ പോലും വലിയൊരു ശതമാനം ടിക്കറ്റുകൾ തന്നെ വിറ്റുപോയിട്ടുണ്ട്. ഇതോടെ ഒരു ഹോളിവുഡ് റിലീസ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ എന്ന റെക്കോർഡാണ് സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. 20 കോടി റിലീസ് ചെയ്തപ്പോൾ നേടിയ ടൈറ്റാനിക്കിനാണ് നിലവിൽ ഈ റെക്കോർഡുള്ളത്. എല്ലാ തിയേറ്ററുകളിലും വലിയ തിരക്കാണ് ഇന്റർസ്റ്റെല്ലാറിന് അനുഭവപ്പെടുന്നത്. തിരക്ക് കൂടുന്നതനുസരിച്ച് ഐമാക്സ് ഉൾപ്പെടെ പല തിയേറ്ററുകളിലും എക്സ്ട്രാ ഷോകൾ വെക്കുന്നുണ്ട്. ഗംഭീര പ്രതികരണം തന്നെയാണ് സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. ചിത്രം ഐമാക്സിൽ ഏറ്റവും മികച്ച അനുഭവമാണ് നൽകുന്നതെന്നും ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും ചിത്രം ഒരു വിസ്മയമായി തുടരുന്നുവെന്നുമാണ് സിനിമ കണ്ടവർ എക്സിൽ കുറിക്കുന്നത്. മാത്യു മക്കോനാഗെ, അൻ ഹാത്വേ, ജെസിക്ക ചാസ്റ്റൻ, മൈക്കൽ കെയ്ൻ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത്. ഇതിനു മുൻപും ഇന്റർസ്റ്റെല്ലാർ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. $165 മില്യൺ ഒരുങ്ങിയ സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് $730.8 മില്യൺ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.